ഒരു കാലഘട്ടത്തെ ചിത്രീകരിക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്നു. ഇങ്ങനെയായിരുന്നു അതല്ലേ? അതെ, അയൽക്കൂട്ടങ്ങൾ തമ്മിലുള്ള ഒരുമ. ഒരു പ്രദേശത്ത് കപ്പവാട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉത്സവമാണ്. ഓരോരുത്തരും കൂടെ വരുന്നു, അവിടെ തന്നെ നമ്മളെ കടുങ്കാപ്പി തിളപ്പിക്കുന്നു, അവിടെ ഒരു ശകലം ചോറുണ്ടാക്കുന്നു. ഈ കപ്പ തന്നെ വാട്ടുന്നേ കൂട്ടി 2 കഷ്ണം ഇട്ടിട്ട് ചെണ്ടൻകപ്പ പുഴുങ്ങി കാന്താരിമുളക് കൂട്ടി കഴിക്കുന്നു. ആശാനേ, പരിപാടി നീ എന്നടാ കണ്ണാപ്പി കുനിഞ്ഞിരിക്കുന്നേ? ഒരു നല്ല പാട്ടങ്ങ് പാടിക്കടാവി. കല്യാണമൊക്കെ അല്ലടാവേ, ഒരു പാട്ട കീച്ചെന്നേ. നിന്റെ ഏതൊരു പാട്ടുണ്ടല്ലോ, 4 മണി പോവോ? അതൊക്കെ പറഞ്ഞാവേ. 4 മണിപ്പൂ അത് തന്നെയാ പാട്ട്. ചക്ര ഒട്ടറ. ഓ, ഇടുക്കിയുടെ കുടിയേറ്റകാല ചരിത്രം പരിശോധിക്കുമ്പോൾ കപ്പയ്ക്ക് മരച്ചീനിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. കപ്പവാട്ടും കട്ടപ്രേമവും എന്ന ഒരു പേര് തന്നെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്നോടൊപ്പമുള്ള ശ്രീ രാജാക്കാട് ഷാജി, കപ്പവാട്ടും കട്ടപ്രേമവും എന്ന ടെലിഫിലിമാണോ അത്? അത് ഒരു പാട്ട്, ഒരു പാട്ടാണ്. ആ പാട്ടില് നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങളൊരു 10-12ഓളം ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. 4 മണിപ്പൂവേ നാണിച്ചിടാതെ നീയേ, നല്ലൊരു ചെക്കൻ നിന്നെ തേടി തേടി നടന്നിടുന്നു. ശ്രീ ഷാജി മൈലംപറമ്പിൽ, പക്ഷെ സമീപകാലത്തായിട്ട് അങ്ങയുടെ അഭിനയങ്ങളെല്ലാം മറ്റൊരു തരത്തിലാണ്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് രാജാക്കാട് ഷാജി എന്നാണ് അല്ലേ? അതോ ഇവളെ നിന്റെ മുമ്പിൽ വെച്ച് ഭസ്മമാക്കണോ? എടാ മണ്ടയാ, നിനക്ക് എന്റെ ശക്തി നല്ലോണം അറിയാം. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അഥവാ നീ എന്നെ നശിപ്പിച്ചാൽ ആ നിമിഷം നിന്റെ നാശവും ആരംഭിക്കും. നീ കുരുടനാകും, വിരൂപനാകും, ഇരുട്ടിനെ മാത്രം തേടി എന്നും നടക്കേണ്ടി വരും. ആ നാശം നിനക്ക് വേണം. എടുത്തതാ, വേഗം എടുത്തതാ. സംസാരിക്കാം. എന്താണ് തല്ലുകൊണ്ടതിനു ശേഷം ഒരു സ്നേഹം? ഓ, നമ്മൾ ആണുങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാ ചിലപ്പോ അത് തല്ലി തന്നെ തീർത്തുന്നിരിക്കും. അതോടെ അത് തീർന്നു. ഇതാണ് ISD. ഞാനൊരു ലോക്കലാണ്. ഈ വിളി കഴിഞ്ഞ ഈ ഫോണിൽ ഞാനും ഒരു ലോക്കൽ വിളിച്ചോട്ടോ. നീ കൊള്ളാമല്ലോടി പെണ്ണെ. ഇപ്പൊ എത്ര
ഫിലിമുകളില്, ടെലിഫിലിമുകളില്, സിനിമയിൽ വേഷം ഇട്ടിട്ടുണ്ടോ? സിനിമയിൽ വേഷം ഇട്ടിട്ടുണ്ട്. സിനിമ ഇറങ്ങിയില്ല, ഉടൻ തന്നെ പ്രതീക്ഷിച്ചു. എന്താ പേര്? ഉയിരിനുയിര്. ആ. അതിലെ നായിക മെറിന, ആ. മെറിന്റെ പപ്പയായിട്ടോ അഭിനയിച്ചേക്കുന്നത്. അത് ശരി. അത് ഉയിരിനുയിരെന്നുള്ള ചിത്രം ഉടൻ തന്നെ റിലീസ് ആവുക, 100 തിയേറ്ററിലേക്ക് എത്തുക. ഈ കപ്പവാട്ടും കട്ടപ്രേമത്തില് എന്തായിരുന്നു നമ്മുടെ റോള്? ഞാൻ കപ്പവാട്ടുന്ന സംഘത്തിലെ ഒരു ആണിന്റെ രംഗം, ആ. അവരുടെ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കങ്കാണി, ഒരു കാര്യക്കാരൻ. പിന്നെ നമ്മൾ പോത്തിന്റെ ഹൃദയം എന്ന് പറഞ്ഞ്, പോത്തിനും ഉണ്ടൊരു ഹൃദയം എന്ന് നമുക്കൊരു തോന്നൽ തോന്നി. അപ്പം പോത്തിനെ സാധാരണ എല്ലാവരും ഭക്ഷ്യയോഗ്യമായിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനൊരു ഹൃദയമുണ്ട്. ആ ഹൃദയം പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ആ പോത്തിന്റെ ഹൃദയം എന്നും പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും അത്. അതിന് പോത്തിനൊരു ഹൃദയമുണ്ടെന്ന്. പക്ഷെ പോത്ത് വിചാരിച്ച പോലെ അല്ലായിരുന്നു പോത്തിനെ സംരക്ഷിച്ച പോത്തിന്റെ ഒടയക്കാരന്. ഇതിനെ എങ്ങനെയെങ്കിലും വിറ്റ് കാശാക്കാനോ കൊല്ലാനോ ആയിരുന്നു ഇയാളുടെ ശ്രമം. പക്ഷെ പോത്ത് അദ്ദേഹത്തെ വിശ്വസിച്ച് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തന്നിട്ടുള്ള ഒരു അരുൾപ്പാടാണ് ഇദ്ദേഹമാണ് എൻ്റെ ദേവൻ എന്ന് വിചാരിച്ചാണ് പോത്ത് ഇയാളുടെ കൂടെ കൂടിയത്. അപ്പം അവസാനം പുള്ളിക്ക് മനസ്സിലായി, കത്തി തേക്കുന്നത് കണ്ടപ്പോൾ പോത്തിന് മനസ്സിലായി, ഇത് എന്നെ രക്ഷിക്കാനല്ല, എന്നെ കൊല്ലാനാണ് ഈ കാലൻ എന്നും പറഞ്ഞ് പോത്തോട്ട് രക്ഷപ്പെടുന്നൊരു ടെലിഫിലിമ. ഈ കാലഘട്ടത്തില് ഇറച്ചി വിലയ്ക്ക് വേണ്ടിയിട്ട് പോത്തുകളെയൊക്കെ വിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോത്ത് ചിന്തിക്കുന്നത് എന്നെ മാംസത്തിന് വേണ്ടി വിൽക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലം. അതെ, നമ്മൾ പുല്ല് കൊടുക്കുന്നു, കൊല്ലുന്നതിന്റെ തലേ ദിവസം കൂടുതൽ വെള്ളം കുടിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പോത്ത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് പോത്ത് അതുവരെ വിചാരിച്ചത്. മറിച്ച് കത്തി എടുത്ത് തേച്ച് കഴിഞ്ഞപ്പോൾ പോത്തിന് മനസ്സിലായി ഇവൻ എന്നെ കൊല്ലാനാണ്. അപ്പൊ പോത്ത് ഓടി പോകുന്നതാ. ഈ താങ്കളുടെ ഈ രൂപം പ്രത്യേകതയുള്ളതാണ്. കാരണം ഈ തല ഇങ്ങനെ മുണ്ടനം ചെയ്ത ഒരു എത്ര നാളായി ഇങ്ങനെ? ഞാൻ ആ കോവിഡിന്റെ കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങിയത്. അന്ന് ബാർബർ ഷോപ്പിലൊന്നും പോകാൻ പറ്റാതെ കഴിഞ്ഞപ്പോൾ ഈ മിഷൻ വെച്ച് ചെയ്തു. പിന്നെ ഞാൻ ഈ യോഗയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇത് വളരെ ഗുണകരമാണെന്ന് എനിക്ക് ശാരീരികമായിട്ട് തോന്നിയതിന് ശേഷം ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഒന്ന് പിടിച്ചുവിടും. യോഗ ചെയ്യാറുണ്ടല്ലേ? യോഗ ചെയ്യാറുണ്ട്. യോഗ മുടങ്ങാതെ ചെയ്യുന്ന ഒരു ശീലമുണ്ട്. ഉണ്ട്. എത്ര വർഷമായി അത്? യോഗ ചെയ്യാറായിട്ട് ഞാൻ തുടങ്ങിയിട്ട് 15 വർഷമായുള്ളൂ. ഞാൻ എക്സർസൈസ് തുടങ്ങിയിട്ട് 35 വർഷമായി. അത് ശരി. അപ്പൊ യോഗയ്ക്ക് നമ്മുടെ ഭാരതത്തിൽ വേണ്ടത്ര പ്രചാരം ഉണ്ടായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലാണ് അല്ലേ? അതെ. യോഗ ദിവസമാചരണം, അതോടൊപ്പം തന്നെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യോഗാചരണ മുറകള്. പക്ഷെ അങ്ങ് 10-30 വർഷം മുമ്പേ തന്നെ ഇത് തുടങ്ങി. യോഗ തുടങ്ങിയിട്ട് 15 വർഷമായുള്ളൂ. ഞാൻ എക്സർസൈസുകൾ കായികമായിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് 35 വർഷമായി. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണായാമം, സുദർശന ക്രിയ, ശ്വസന പ്രക്രിയകള്, ഓരോ ആസനങ്ങളെല്ലാം ചെയ്യാറുണ്ട്. അവസാനം ശീർഷാസനത്തിലാണ് നിൽക്കാറ്. എവിടെയാ ചെയ്യുന്നത്? അത് രാവിലെ 8 4:30 ആകുമ്പം വീട്ടിൽ ചെയ്ത് യോഗ ചെയ്തതിന് ശേഷം രാജാക്കാട് ഗ്രൗണ്ടിൽ പോയിട്ട് ഓടും. രാജാക്കാട് സ്കൂൾ ഗ്രൗണ്ട്. ശരി. പതിവായിട്ട് 7 കിലോമീറ്റർ ഓടി നോക്കും. എത്ര വർഷമായിട്ട് ചെയ്യുന്നു? അത് 35 വർഷമായി. അത് രാജാക്കാട് തന്നെയല്ല, 35 വർഷമായിട്ട്. രാജാക്കാട് തന്നെയായിട്ട് ഒരു 20 വർഷം അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശ്രീ ഷാജി നല്ലൊരു കർഷകനാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് കർഷകർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരാളാണ്. കൃഷി പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. കൃഷിയിലൊക്കെ ഡിപ്ലോമ ഉണ്ട്, പലതരം ഡിപ്ലോമകളുണ്ട്. പിന്നെ ഞാൻ ജർമ്മനി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഈ തമിഴ്നാട്ടിലെ അവരുടെ ഫീൽഡ് വിസിറ്ററാണ്. പിന്നെ യൂട്യൂബിലൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. അത് ശരി. നന്നായിട്ട് ക്ലാസ് എടുക്കും. നമ്മൾ പറഞ്ഞാൽ പക്കായിട്ട് നമുക്ക് കൃഷി ഉണ്ടാകാനുള്ള എല്ലാ കാര്യങ്ങളും വളരെ ചെലവ് കുറച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ആയുധങ്ങളാണ് ഇപ്പൊ കൃഷി രംഗത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ കാർഷിക രംഗത്ത് ആളുകൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുക, പ്രായോഗിക മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു കർഷകൻ. അതോടൊപ്പം തന്നെയാണ് ഈ കലാരംഗത്ത് തങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് ഇപ്പൊ എത്ര വർഷങ്ങളായിട്ടുണ്ട്? ഞാൻ അടയാളപ്പെടുത്തിയതുകൊണ്ട് ഞാൻ സാറിനെയൊക്കെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ അറിയും. വായനശാലകളിലെ രാജാവ് പറഞ്ഞു ആന്റണി മുനിയറ എന്ന് പറയുന്ന സാറ്. അന്ന് മുതൽ നിങ്ങളെയൊക്കെ നമ്മൾ അറിയുന്നത്. അന്ന് സാറ് നമ്മളെ അറിയാലെന്നേ ഉള്ളൂ. പല ക്ലാസ്സുകളിലൊക്കെ സാറിൻ്റെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അന്ന് മുതൽ സ്കൂളിൽ നാടകത്തിൽ അഭിനയിക്കും, മോണാക്ട് ചെയ്യും, അങ്ങനെയുള്ള കലാരൂപങ്ങളിലും കായിക രംഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഒരു രംഗത്തേക്ക് കടന്നു വരാൻ കഴിയാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമുകളില്ലായിരുന്നു. പിന്നെ പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നപ്പോൾ നമുക്ക് ഇതിനകത്ത് രംഗത്ത് പ്രത്യക്ഷപ്പെടാൻ പറ്റിയത്. ഈ രംഗത്ത് പ്രോത്സാഹനം തരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. ഉണ്ട്, എല്ലാവരും ഉണ്ട്. കൂട്ടുകാരന്മാരെല്ലാം ആൾക്കാരെല്ലാം നമ്മളെ പ്രോത്സാഹിപ്പിക്കുമല്ലേ. ഈയിടെ ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചു, നന്നായിട്ട് 1.5 ലക്ഷം പേര് കണ്ടായിരുന്നത് ആ പരസ്യം, ബ്ലൂ സ്റ്റാർ ടെക്സ്റ്റൈൽസിന്റെ. പിന്നെ ഈ നാനാന്നും പറഞ്ഞുകൊണ്ട് സംസ്ഥാന യുവജന ബോർഡിന്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു ചിത്രത്തിൽ, പ്രവീൺ വിശ്വത്തിന്റെ ഒരു ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചായിരുന്നു. അത് ഫസ്റ്റ് കിട്ടിയതായി യുവജന ക്ഷേമ ബോർഡിന്റെ. അങ്ങനെ നിരവധി ഇങ്ങനെ വന്ന് ഞാനിപ്പോൾ പറഞ്ഞതിൽ ഒത്തിരി കിടപ്പുണ്ട്, ബാക്കിലേക്ക് മറന്നുപോയതും
ഓർക്കാനുള്ളതായിട്ട് ഒത്തിരി ഉണ്ട്. എന്തായാലും ഇപ്പോഴും നമ്മൾ ആ രംഗത്ത് തന്നെയാണ്. 2-3 ഓഫർ വന്നിട്ടുണ്ട് നമുക്ക് സിനിമയിൽ തന്നെ. ഒരുപാട് അഭിമാനവും സന്തോഷവും ഉണ്ട്. കാരണം എന്താ കെട്ടിയ കുറ്റിയിൽ തന്നെ ചുറ്റുന്നവരാണ് പലരും. പക്ഷെ താങ്കളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷകരമായ കാര്യമാണ്. അവസരങ്ങളുടെ ജാലകങ്ങൾ ഇനിയും തുറക്കട്ടെ എന്നാണ് ഒരു ആശംസ. നന്ദി. 16 കൊല്ലം മുമ്പ് ഞാൻ മുടക്കിയ ഉത്സവത്തിന് നീ കൊടിയേറ്റ് നടത്തിയല്ലേ? കൊളപ്പുള്ളിയപ്പനെ ജയിക്കാൻ നീ ഉയർത്തിയ കൊടി നീ ആയിട്ടഴിക്കുന്നോ അതോ ഞാൻ അഴിപ്പിക്കണോ? വാക്കിന് നേരും നെറിയുമില്ലാത്ത കള്ളപ്പരിശ. ഞാൻ വന്നത് കണിമംഗലത്തെ പാവങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ്. അവരുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിഷേധിക്കരുത്. ആൽത്തറക്കാവിൽ കൊടിയേറ്റ് കഴിഞ്ഞാൽ 16-ാം നാൾ ഉത്സവം. അതാ കണക്ക്. വീട്ടുവിശേഷം. വീട്ടുവിശേഷം ഭാര്യ 3 കുട്ടികൾ. അവരെല്ലാം പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭാര്യ വീട്ടമ്മ ആണ്. അരുണ. മൂത്ത മകൾ എഞ്ചിനീയറാണ്. രണ്ടാമത്തെ മകൻ മക്കളുടെ പേരുകൾ കൂടി. ആഷ്ലി എഞ്ചിനീയർ. രണ്ടാമത്തെ മകന് BBA-ക്ക് 2-ാം വർഷം. മൂന്നാമത്തെ മകൻ +1-ലാണ്. ഇതാണ് കുടുംബം. അച്ഛനും അമ്മയും സമീപകാലങ്ങളിലാണ് മരണപ്പെട്ടത്. ഞാൻ മുല്ലക്കാനത്താണ് താമസം. അപ്പോൾ ഷാജി മൈലംപറമ്പിൽ എന്ന ഈ കർഷക സുഹൃത്ത്, അല്ലെങ്കിൽ കർഷകരെ ഉപദേശിക്കുന്ന ഈ സുഹൃത്ത് കലാരംഗത്തും അടയാളപ്പെടുത്തുകയാണ്. ഷാജി മൈലംപറമ്പിൽ രാജാക്കാട് ഷാജി എന്ന പേരിലാണ് ഈ രംഗത്ത് അറിയപ്പെടുന്നത്. സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി.